ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 3 ടയർ കേക്കിൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ ഒരു ഫോണ്ടൻറ്റ് പോലും യൂസ് ചെയ്യാതെയാണ് ഇത്ര ക്യൂട്ടായിട്ടുള്ള ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ കേക്കിന് ഞാനിവിടെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഫ്ലേവർ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ട് ഞാനിവിടെ റോസറ്റ ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബസൂക പിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 3 kg ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു 3 ടയർ കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് താഴത്തെ ടയർ വന്നിട്ടുള്ളത് 9 ഇഞ്ചിൽ 1.5 കിലോ കേക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 3 kg ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് 3 ടയറൊക്കെ ചെയ്യുമ്പം അത്യാവശ്യം വെയിറ്റുള്ള കേക്കല്ലേ, ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഡ്രം ബേസ് യൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ താഴെ കൊടുത്തിട്ടുള്ള ബേസ് ഡ്രം ബേസ് ആണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ബേസാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓവർ വെയിറ്റ് വന്നിട്ടുള്ള കേക്ക് ആകുമ്പം ഇങ്ങനെ എടുത്ത് പൊക്കുന്ന ടൈമിൽ ബേസിന് ചെറിയൊരു വളവ് വരും. അപ്പോൾ ഒരു സേഫ് അല്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഡ്രം ബേസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ സേഫായിട്ട് തന്നെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടോട്ടൽ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് പറയുന്ന സമയത്ത് ഈ ഒരു ബേസിൻ്റെ റേറ്റും കൂടി ആഡ് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഡ്രം ബേസിന് വരുന്ന നോർമലായിട്ട് ഷോപ്പിലൊക്കെ വരുന്ന റേറ്റ് 1 kg ഡ്രം ബേസിന് 90 രൂപ മുതൽ 100 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. പിന്നെ 2 kgക്ക് വരുന്നത് 110, 120 ആ ഒരു റേറ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അപ്പോൾ ഇതിൽ കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതെല്ലാം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ റോസറ്റ ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഫിനിഷിങ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ കേക്കിനെ ഫുള്ള് ഇതുപോലെ റോസറ്റ ഡിസൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മുകൾ ഭാഗത്ത് കേട്ടോ, മുകൾ ഭാഗത്ത് നമ്മൾ വേറൊരു കേക്ക് വെക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവിടെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പോൾ ടോപ്പിലായിട്ട് ഒരു സൈഡിലായിട്ട് റോസറ്റ ഡിസൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് മറ്റേ കേക്കിനെ എടുത്തിട്ട് മുകളിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ പോകും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ മുകൾ ഭാഗം ഇതുപോലെ പ്ലെയിൻ ആക്കി വെക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ കൊടുക്കുക കേട്ടോ. നമുക്ക് എത്ര ഗ്യാപ്പ് വരണോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഈ സെയിം കളർ തന്നെ ഞാൻ കുറച്ച് ക്രീം മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാനുള്ള കേക്കാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് 7 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിന് ബ്ലാക്ക് ഫോറസ്റ്റിനാണ് ഫ്ലേവർ വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ക്രീമിൽ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് നോർമൽ കളറൊന്നും ആഡ് ചെയ്യാത്ത ക്രീം ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ കുറച്ച് ലൈറ്റ് കളറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പിങ്ക് കളറിനോട് പിങ്ക് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കളർ കേക്ക് ചെയ്യണത്. ഇനി ഇതിനൊന്ന് ഞാൻ ഫൈനൽ കോട്ടിങ് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് കേട്ടോ. ഞാനിവിടെ ഫോണ്ടൻറ്റ് വർക്ക് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ഫോണ്ടൻറ്റ് യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് എൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തത് തന്നെയാണ്, വീട്ടിലത്തെ കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഫോണ്ടൻറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ യൂസ് ചെയ്യാതെ ചെയ്യാൻ കാരണം ഇതുപോലെ ഷോപ്പ് ഒക്കെ ക്ലോസ് ആയിരുന്നു, ലോക്ക്ഡൗൺ ആയ കാരണം ഷോപ്പൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച കേട്ടോ. പിന്നെ തിങ്കളാഴ്ചയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്യൊക്കെ. പിന്നെ തിങ്കളാഴ്ച എനിക്ക് വേറെ വർക്കുള്ള കാരണം അതിൻ്റെ തിരക്കായിരിക്കും. പിന്നെ ഉള്ള ഫോണ്ടൻറ്റ് വെച്ചിട്ട് ആ ഒരു കേക്കുകൾ ചെയ്യണം, പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ഉണ്ട്. അപ്പോൾ അത് കയ്യിലുള്ള ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം എല്ലാ കേക്കും ചെയ്യാനുള്ള ഫോണ്ടൻ്റെ കയ്യിലില്ല. അത് കാരണമാണ് ഞാൻ ഷോപ്പും ഇല്ല, പിന്നെ എന്തിപ്പോൾ ചെയ്യാന്നുള്ള ആ ഒരു രീതിയിലിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ തോന്നിയത്. ഫോണ്ടൻ്റ് ആണെങ്കിൽ ഭംഗിയല്ലേ ഉള്ളൂ, കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ വീട്ടിലേക്ക് തന്നെ അല്ലേ. അപ്പോൾ പിന്നെ ഫോണ്ടൻ്റ് ഇല്ലാതെ നല്ലൊരു മോഡൽ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട് റേറ്റ് കുറഞ്ഞിട്ട് 3 ടയർ കേക്കൊക്കെ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ചോദിക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ അധികം 3 ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ ബർത്ത്ഡേ കേക്ക് എല്ലാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഫോണ്ടൻറ്റ് വർക്ക് വന്നിട്ടുള്ള കേക്കായിരിക്കും. അപ്പോൾ ഈ റേറ്റ് കുറഞ്ഞ് ചോദിക്കണവർക്ക് അതൊക്കെ ഒരു അധികം റേറ്റ് ആവൂലേ എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഓർഡർ ചെയ്യില്ല. അപ്പോൾ പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒന്ന് ചെയ്ത് നോക്കുക. എന്നാൽ പിന്നെ മോഡലിനൊരു മോഡലായല്ലോ, അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ.
അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൽ ചെയ്തതിനെ ഫൈനൽ കോട്ടിങ് ചെയ്ത് ഷാർപ്പ് എഡ്ജാക്കിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള കേക്ക് വന്നിട്ടുള്ളത് 4 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഹാഫ് kg ആണ് വന്നിട്ടുള്ളത്. 4 ഇഞ്ച് സൈസാണ് ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത്. ഇതും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ്. ഇതിനെ ഞാനിവിടെ ഒരു തിന്നായിട്ട് വൈറ്റ് നമ്മൾ നോർമൽ ക്രീം വെച്ചിട്ട് തന്നെ ഒരു തിന്നായിട്ടാണ് കേട്ടോ. മുകൾ ഭാഗം കുറച്ച് തിക്കിലും സൈഡിലായിട്ട് ഒരു തിന്നായിട്ടുള്ള ഒരു കോട്ടിങ്ങുമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനിവിടെ നമ്മൾ നോർമലായിട്ട് റോസ് ഫ്ലവറൊക്കെ ചെയ്യണ വലിയൊരു നോസിലാണ് കേട്ടോ ഇത്. ആ ഒരു നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ പിങ്ക് വൈറ്റ് കോമ്പിനേഷനാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം മുകളിലത്തെ കേക്ക് ഫുള്ള് വൈറ്റ് ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേഷനാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ അധികം ഫിനിഷിങ്ങിൽ കിട്ടാറില്ല കേട്ടോ. ഞാൻ എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും അധികം ഫിനിഷിംഗ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമ്മൾ ചെയ്തിട്ടൊന്ന് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഡെക്കറേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്ര നീറ്റായിട്ടൊന്നും എനിക്കത് കിട്ടണില്ല കേട്ടോ. എത്ര ചെയ്താലും അത് ആ ഒരു കറക്റ്റ് ലൈൻസായിട്ട് എനിക്ക് കിട്ടാറില്ല. പിന്നെ ഇതിൻ്റെ ചെറിയ നോസിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം കഴിയാൻ വേണ്ടിയിട്ട് വലിയ നോസിൽ എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കുള്ള കേക്ക് ആയിരിക്കുമ്പോൾ പൊതുവേ അങ്ങനെയാണല്ലോ, അധികം ഫിനിഷിംഗ് ഒന്നും വേണമെന്നില്ല, അങ്ങനെ ആവും ചെയ്യുക. പുറത്തേക്കുള്ള കേക്ക് ആയിരിക്കുമ്പോൾ അതിന്മേൽ എത്ര ടൈം വേണമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ലൈൻസ് അധികം ഭംഗിയൊന്നും ഇല്ലാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാനിതുപോലെ ലെവലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു ഭാഗം കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 7 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്ക്, ഇത് 1 kg ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴത്തെ 1.5 കിലോന്, പിന്നെ അതിൻ്റെ മുകളിലത്തെ 1, പിന്നെ അതിൻ്റെ മുകളിലത്തത് ഹാഫ് kg അങ്ങനെ വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ ഈ ഒരു 7 ഇഞ്ചിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു എന്താ പറയുക, ഈ കേക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ക്രീമിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മെഹന്തി ഡിസൈനാണ് കൊടുക്കുന്നത്. പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ടിട്ട് ഉള്ള ഒരു ഡിസൈന് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ. അപ്പോൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ. പിന്നെ മാക്സിമം ചെറിയ രീതിയിലാക്കിയിട്ട് ചെയ്യട്ടെ. ഏറ്റവും ചെറുതാക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്യുക. അപ്പോഴാണ് ഒന്നും കൂടി ഭംഗി തോന്നും ഈ ഒരു ഡെക്കറേഷൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷന് കൂടുതൽ ക്രീം എടുത്തിട്ട് ചെയ്യരുത്, കുറച്ച് ക്രീം എടുത്തിട്ട് ചെയ്യുക. കാരണം നമ്മൾ കയ്യിൻ്റെ ആ ഒരു ചൂട് തട്ടുന്ന സമയത്ത് ക്രീം മെൽറ്റ് ആവും. പിന്നെ ഡെക്കറേഷന് അധികം ഫിനിഷിങ്ങിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ള് ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് സെൻറ്റർ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്, മറ്റേ ടയർ മുകളിലേക്ക് വരാനുള്ള കാരണം. ബാക്കി എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറിയതായിട്ട് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു കേക്കിനെ ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണുണ്ട്. ഇനി ഞാനിവിടെ കേക്കിനെ സ്റ്റാക്ക് ചെയ്യാണ്. അപ്പം ഞാൻ ടോട്ടൽ 4 സ്റ്റിക്കാണ് ഉള്ളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ, അല്ല നമ്മൾ പുറത്തേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വലിയ സ്റ്റിക്ക് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി തിക്നെസ് കൂടിയ സ്റ്റിക്ക് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടോട്ടൽ വെയിറ്റിൽ നിന്ന് കൊടുക്കണതിന് കുറച്ചും കൂടി നല്ല സ്റ്റിക്ക് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ മറ്റേ 7 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്കിനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് സ്റ്റാക്ക് ചെയ്യണതിനെ പറ്റിയിട്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ സെൻറ്റർ കിട്ടുക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എങ്ങനെ ഈ കേക്കിനെ വെച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഉള്ളിലായിട്ടും ഞാൻ ടോട്ടൽ 4 സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഏറ്റവും ടോപ്പിലുള്ള ടയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ഫിനിഷിങ്ങിൽ ടോപ്പിലുള്ള ടയർ കിട്ടിയിട്ടില്ല.
അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ലൈൻസിലും ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേഫർ എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ ആ വ്ളോഗിൽ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബട്ടർഫ്ലൈനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് മെൽറ്റ് ആവില്ല എന്നുള്ളത്. മെൽറ്റ് ആവും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഒരു കൂളിങ് ചെല്ലുമ്പം അത് എന്താ പറയുക ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ മെൽട്ടായിട്ട് വന്ന പോലെ ആയിരിക്കും കേട്ടോ. അതൊന്ന് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും ഒന്നിങ്ങനെ മെൽറ്റായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കറക്റ്റ് ടൈമൊക്കെ ഞാൻ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ബട്ടർഫ്ലൈനെ നമ്മളിപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യണതിൻ്റെ കുറച്ച് മുന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചെയ്യില്ലേ, അത് ഡെലിവറിൻ്റെ കുറച്ച് മുന്നല്ലേ വെക്കണേ, അതേപോലെ ലാസ്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കണമൊക്കെ ഒരു സമയമില്ലേ, ആ ഒരു സമയത്തൊക്കെ ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. കേക്കിൻ്റെ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് സ്റ്റിക്ക് കൊടുക്കുകയാണ്. 2-3 സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 3 സ്റ്റിക്കൊക്കെ ടോപ്പിൽ കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് തന്നെ കൊടുത്താൽ മതി. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീം വെച്ചിട്ട് താഴെ ഭാഗത്തായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ നമ്മൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു സ്റ്റിക്കാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ മോൾക്ക് ബാർബിനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ ബാർബിൻ്റെ കേക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടായത്. ഇത് ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. തിരൂർ ആണെന്നുണ്ടെങ്കിൽ കാറ്റർ പാക്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിക്കിന് വരുന്നത് വെറും 50 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഏത് കേക്കാണ് ഏത് കളറാണോ യൂസ് ചെയ്യണത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു എന്താ പറയുക സ്റ്റിക്കിൻ്റെ ക്ലോത്തിനെ മാറ്റി കൊടുക്കാൻ കഴിയും കേട്ടോ. ഇതിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഒരു ഓപ്പണിങ്ങിൽ കൂടെ നമുക്ക് ഈ നെറ്റിൻ്റെ ക്ലോത്തിനെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പിങ്ക് കളറല്ല, അവിടെ ഒരു റെഡ് വേണമെന്നുണ്ടെങ്കിൽ റെഡ് നെറ്റിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു നല്ലൊരു മോഡൽ ബാർബിയാണ് കേട്ടോ. അപ്പോൾ ഇത് എഡിബിളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്തും. അതുപോലെ തന്നെ ആ വ്ളോഗിലൊക്കെ ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്ന ഈ ബാർബി വാങ്ങിച്ചതെന്നുള്ളത്. അപ്പോൾ ഇതിന് 50 രൂപയെ വരുന്നുള്ളൂ കേട്ടോ റേറ്റ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിക്കും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ബർത്ത്ഡേ കേക്കൊക്കെ ചെയ്യാൻ സമയത്ത് നമുക്കിപ്പോൾ ഫോണ്ടൻ്റ് ഒന്നും ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഫോണ്ടൻ്റ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഡെക്കറേഷൻ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്